പൂജയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്? ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജയ്ക്ക് സഹിക്കാൻ വയ്യ, അനങ്ങാൻ പോലും പറ്റാതെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പൂജ തുറന്നു പറയുന്നുണ്ട്. മറുവശത്ത് സിബിൻ മുമ്പ് അനുഭവിച്ച ട്രോമകളൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. 2 വർഷം മുമ്പ് ഞാൻ എന്താണോ അനുഭവിച്ചത് ഞാൻ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ഇവിടെ പറ്റില്ല, എനിക്കിവിടെ നിന്ന് പോകണം എന്ന് പറയുന്ന തീരുമാനത്തോടു കൂടി നിൽക്കുവാണ്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പൂജയുടെ അവസ്ഥ വളരെ ദയനീയകരമാണ്. ഇതുവരെയും ആരും പൂജയെ നോക്കാൻ പോലും വന്നിട്ടില്ല. ഇനി ആയിരിക്കും ഒരു പക്ഷേ വരാൻ പോകുന്നത്. ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടെ ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ആയിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ലൈവിൽ ഇന്ന് രാവിലെ മുതലേ തന്നെ പൂജ കിടപ്പിലാണ്. പൂജയ്ക്ക് എഴുന്നേക്കാനൊന്നും വയ്യ. അപ്പോൾ ഋഷിയും ശരണ്യൊക്കെ കാര്യം തിരക്കുന്നുണ്ട്. കാരണം പവർ റൂമിനകത്ത് വേറെ ആർക്കും കയറാൻ പറ്റത്തില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ജാൻമണി പുറത്തു പോയി. പിന്നെ ഉണ്ടായിരുന്ന സിബിനാണ്. അപ്പോൾ സിബിനെയും എടുത്ത് ലാലേട്ടൻ വെളിയിൽ എറിഞ്ഞു. അപ്പം ഇപ്പോൾ ശരണ്യയും ഈ പറയുന്ന നമ്മുടെ ഋഷി മാത്രമേ പവർ റൂമിലുള്ളൂ. അപ്പം അവർ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും പൂജ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഉഴിച്ചിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് മാറും, പക്ഷേ നല്ലപോലെ ബെഡ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ പൂജയ്ക്ക് മനസ്സിലായി. കാരണം പൂജയ്ക്ക് ഇനി ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി ഒരു ഫിസിക്കലായിട്ട് ഞാൻ ഓടയും ചാടയൊക്കെ ചെയ്തു. അതിന് മുന്നേ ഞാൻ ഫിസിക്കൽ ടാസ്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പറ്റാൻ കാരണം. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇവിടെ കയറുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഈ കാര്യമേ മറന്നുപോയി. പക്ഷേ കയറിയിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഞാനത് ആലോചിക്കുന്നത്. എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരുപാട് തിരിഞ്ഞെടുക്കാനും മറിഞ്ഞെടുക്കാനും അല്ലെങ്കിൽ ടാസ്കിലൊക്കെ ഒരുപാട് ഞാൻ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വരാറുണ്ട്. പിന്നെ കുറേ നാളത്തെ ബെഡ് റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് പൂജ കരയുവാണ്. കാരണം പൂജയ്ക്ക് പുറത്താവുമെന്ന് മനസ്സിലായി. അതിന് പുറമെയായിട്ട് ഭയങ്കരമായിട്ടുള്ള വേദനയും സഹിക്കാൻ വയ്യാതെ ഇരിക്കുകയാണ് പൂജ. അങ്ങനെ ഋഷിയും ശരണ്യയും ജിൻഡോയും ഒക്കെ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസിനോട് അനൗൺസ് ചെയ്യുന്നുണ്ട് കാര്യം. ഇതേ സമയം പുറത്ത് സിബിൻ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം സിബിൻ്റെ ഗെയിം പൊളിഞ്ഞല്ലോ. അപ്പോൾ സിബിൻ ഇനി കളിക്കാനൊന്നുമില്ല. മാത്രമല്ല ലാലേട്ടൻ വന്ന് സിബിനെ പിടിച്ച് നെഗറ്റീവ് ആക്കി ജാസ്മിനെ പിടിച്ച് പോസിറ്റീവ് ആക്കിയ ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ സിബിൻ അറിയില്ലല്ലോ പുറത്ത്. ഇപ്പോൾ സിബിന് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ സിബിൻ ആ ഒരു ലെവലിലവിടെ നിന്നുകൊണ്ട് എനിക്കറിയില്ല ഇവിടെ ഇനി എങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള എതിരാളികൾ ഇവിടെ ഉള്ളവരാരും എൻ്റെ എതിരാളികളൊന്നുമല്ല. പക്ഷേ ഞാൻ എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ നിന്ന് പോകണം, എനിക്കിവിടെ നിന്ന് പറ്റൂല, എനിക്കിവിടെ പറ്റത്തില്ല, എനിക്കിവിടെ പറ്റൂല, എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. എങ്ങനെ ഞാൻ ചെയ്യും, എന്ത് ചെയ്യും, എനിക്കൊരു ഐഡിയ ഇല്ല. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കൊരു പിടിയില്ല. എന്താ സിബിന് തന്നെ ഒരു ഇതുമില്ല. അപ്പോൾ സിബിൻ ചിന്തിക്കുന്നത് പുറത്ത് നെഗറ്റീവ് ആകുമോ, അല്ലെങ്കിൽ എന്താണ് ലാലേട്ടൻ വന്ന് പറഞ്ഞ് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണില്ല. സിബിൻ വിചാരിച്ചിരിക്കുന്നത് ഞാനിവിടെ ഒരാഴ്ച കയറി മൊത്തം എനിക്ക് നെഗറ്റീവായി എന്നുള്ള ലെവലിലാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ നിന്ന് പോകണം എന്ന് ശ്രീരേഖ എടുത്തിടപ്പോൾ നീ അങ്ങനെ പോകരുത്, നീ വിന്നിങ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, നീ കപ്പ് തൂക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും സിബിൻ പറയുന്നത് എനിക്കിവിടെ നിന്ന് പോകണം, ബിഗ് ബോസ് എന്നെ കൺഫഷൻ റൂമിലോട്ട് വിളിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലുള്ളവർ ഈ പൂജയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൂജയ്ക്ക് ഇനിയിപ്പോൾ റെസ്റ്റ് വേണോ, എന്താണ് പൂജയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നീട് ശരണ്യയെ മാത്രം റൂമിലിരുത്തിക്കൊണ്ട് ബ്ലൈൻഡ്സ് ഇട്ടുകൊണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിർത്തുകയാണ് ബിഗ് ബോസ്. പക്ഷേ ഇന്ന് മോർണിംഗ് ടാസ്ക് ഒന്നും തന്നെ നടക്കണില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പൂജയെ നോക്കാൻ ഡോക്ടേഴ്സ് വരുന്നതാണ്. പക്ഷേ പൂജയെ നോക്കാൻ ഡോക്ടേഴ്സ് ഒന്നും തന്നെ വന്നില്ല. വീണ്ടും ബ്ലൈൻഡ്സ് ഒക്കെ മാറ്റി എല്ലാവരും വന്ന് ഇറക്കുമ്പോൾ പൂജയെ നോക്കാനൊന്നും ഡോക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. പൂജ ഈ ആഴ്ച പുറത്തായി. ഇന്നലെ തന്നെ ഞാൻ ഓൾറെഡി നിങ്ങളെ പറഞ്ഞല്ലോ പുറത്തായി. അപ്പോൾ പിന്നെ ഈ ആഴ്ച ഇനിയിപ്പോൾ നോ എവിക്ഷൻ നടക്കുമോ തോന്നുന്നില്ല. കാരണം ഒരു ഡബിൾ എവിക്ഷൻ ആയിരിക്കും ഇനിയിപ്പോൾ നടക്കാമെന്ന്. അപ്പോൾ പൂജ ഇറങ്ങിയാൽ ഇനി ഒരു സിംഗിൾ എവിക്ഷൻ കൂടി നടക്കുമായിരിക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ ഇതുപോലെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആയിരുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോടെ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷം അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.